ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലതരം ക്രാഫ്റ്റിന് വേണ്ടിയിട്ടും ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ടും മൊബൈലിൽ നിന്ന് പിക്ചർ ട്രേസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നൊരു പരാതിയാണ്, നമ്മൾ സ്ക്രീനിൽ വെച്ചിട്ട് ട്രേസ് ചെയ്യുമ്പോൾ പിക്ചർ സൂമായി പോകുന്നു, ഇളകി പോകുന്നു, നീങ്ങിപ്പോകുന്നു എന്നൊക്കെ. എന്നാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു ആപ്പുണ്ട്. ആ ആപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ഫ്രീ ആപ്പാണ്, പേപ്പർ കോപ്പി എന്നാണ് കേട്ടോ ആപ്പിൻ്റെ പേര്. ഇത് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പേപ്പർ കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പേപ്പർ കോപ്പി -ട്രേസർ എന്നുകൊണ്ട് താഴെ കാണാം. അത് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഐക്കണൊക്കെ കണ്ടല്ലോ, ഒരു ബ്ലൂവും ഡാർക്ക് ബ്ലൂ, ഒരു ഗ്രീൻ, അതൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ലോഗോയാണ്. ഈ ലോഗോ നോക്കി ഇതന്നെ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. യൂസ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇത് ഫ്രീ ആപ്പാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഫയൽസ് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവർ തന്നെ ചോദിക്കും. അങ്ങനെ നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്യൂട്ടോറിയൽ പോലെ, നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ട്യൂട്ടോറിയൽ പോലെ അവരിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീന് ലോക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇനി സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഓപ്പൺ ചെയ്തൊരു ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്കായി. ഇനി നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സ്ക്രീനിന് ഇളകില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ മേലെ വെച്ച് വരയ്ക്കാം. ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് ആ ലോക്കിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ ടോപ്പിൽ റൈറ്റ് സൈഡിൽ, അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് സൂം ചെയ്യണമെങ്കിൽ അത് അൺലോക്ക് ചെയ്തിട്ട് സൂം ചെയ്ത് തിരിച്ച് ലോക്ക് ചെയ്യാം. അതേ ലോക്ക് സിമ്പിളിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. വരയ്ക്കാനുള്ള പിക്ചർ സൂം ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പേപ്പർ മൊബൈലിൽ വെച്ചിട്ട് മൊബൈലിൽ തന്നെ ട്രേസ് എടുക്കാൻ പോവുകയാണ്. ട്രേസ് എടുക്കുന്നതിന് മുൻപ് ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഫോൺ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പേപ്പറിലും സുഖമായിട്ട് ട്രേസ് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വരയ്ക്കാം. ഒരു ബുക്കിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മൊബൈലിൽ നിന്നും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇളകുമൊന്നുമില്ല. ഇപ്പോൾ കുറേ പേര് ബോട്ടിൽ ആർട്ടിൻ്റെ താഴെ കമൻറ്റിൽ ചോദിച്ചൊരു കാര്യമായിരുന്നു ഇത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ആൻഡ്രോയിഡിൻ്റെ കാര്യം മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. ഐഫോണിന് ഗൈഡഡ് ആക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. ഞാൻ ഐഫോൺ യൂസർ അല്ല, അതുകൊണ്ട് എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് ഗൈഡഡ് ആക്സസ്സിൽ നമുക്ക് സ്ക്രീന് ലോക്ക് ചെയ്യാൻ പറ്റും. ഈ കുട്ടികളൊക്കെ ഫോണിൽ അതും ഓരോ ആപ്പൊക്കെ എടുത്ത് കളിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൈഡഡ് ആക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ അതിലുള്ളത്. അപ്പോൾ ആ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർ ഈ ആപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഈ ആപ്പും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കുറേ പേര് ചോദിച്ചിരുന്നു ഇതിനെന്താ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ പിക്ചർ ഇളകുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആപ്പാണ്. ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഇനി വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടോ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.